നിന്റെ താമസിക്കുന്ന വീടിനകത്ത് സ്വസ്ഥത കണ്ടിട്ടില്ല. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ സ്വസ്ഥത ദൈവം നൽകി തരാൻ പോവാ. നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഈ രോഗം ഉണ്ടെന്നറിയാം? ഡോക്ടർമാരെന്താ പറഞ്ഞത്? കുടി നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷെ ആള് കുടി നിർത്തത്തില്ല. പിന്നെ നിന്റെ അച്ഛൻ മദ്യപാനം ഇല്ലാത്ത ആളായിട്ട് മാറും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഇന്ന് മദ്യപാനം ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ എപ്പിലെപ്സി ഇന്ന് മാറും. നിന്റെ ഏറ്റവും വലിയ സ്വപ്നം പോലീസുകാരിയാണ്. ചേട്ടന്റെ കൂടെ ഉള്ള ആരാ? മോളെ, നീ ഇങ്ങോട്ടിറങ്ങി നിൽക്ക്. നിന്റെ പേര് പറ. നിന്റെ അപ്പൻ ഇന്ന് മാറാൻ പോവാ. ഒത്തിരി വർഷങ്ങളായിട്ട് നീ കരയുക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലൊരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ചലിക്കാനായിട്ട് പോകുകയാ. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ഇന്ന് രാത്രി യേശുവേ എന്ന് വിളിച്ചേ. വർഷങ്ങൾക്ക് മുൻപ് ആ കുടുംബത്തിനെതിരെ കയറി നിൽക്കുന്ന സകല ദുഷ്ടവ്യാപാര ശക്തികളും ഇന്ന് രാത്രി ദൈവം പൊട്ടിച്ചു കളയാൻ വേണ്ടി പോകുകയാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ ഒന്ന് വിളിച്ച് ചേട്ടന്റെ പേര് പറ. ചേട്ടനിലെ കൂടി ഇങ്ങനെ പോകുമ്പോഴേ ഞാനൊരു വെളിപ്പാട് കണ്ട വെളിപ്പാട്, ചേട്ടൻ്റെ അകത്ത് മദ്യത്തെ കൈവശമുണ്ട്. അത് മുടിയാൻ തന്നേക്കുന്ന തരവാ. എന്നോട് തമ്പുരാൻ പറയുന്നേ, ഇന്ന് രാത്രി നിങ്ങൾ വിടുവിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം എന്ന് രക്ഷപ്പെടും. ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരെല്ലാം, മക്കളെ അങ്ങോട്ട് ഇറങ്ങി വരാമോ? കുടി നിർത്തിയാലോ? കൊച്ചുപ്രായത്തിൽ തുടങ്ങിയതാ. എത്രാമത്തെ വയസ്സ് തുടങ്ങിയ കുടി? 18 വയസ്സ് തുടങ്ങിയതാ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ശരി. ഫിക്സിന്റെ അസുഖം ഉണ്ടോ? എത്ര വർഷമായിട്ട്? ചത്തുകൊണ്ടിയായിരുന്നു. ദൈവം ആയുസ് തന്ന ഇവരുടെ ഭയങ്കര ഈ കുടൂട കരയുന്ന കരച്ചിൽ കണ്ടോ? ഈ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾ കുടിക്കുന്നത്. ഇപ്പൊ ജോലിക്ക് പോയിട്ട് എത്ര കാലമായി? വൈകിട്ട് എപ്പോഴാ കുടിച്ചേ? ലാസ്റ്റ് കുടിച്ചേ എപ്പോഴാ? ഇങ്ങോട്ട് പോന്നപ്പോ കുടിച്ചോ? അല്ല, ഞാൻ കാണുക. എന്നോട് തമ്പുരാൻ പറഞ്ഞ് ആ കുട്ടിയുടെ ഹാങ് ഓവർ അകത്ത് കിടപ്പുണ്ട്. അത് മാറിയിട്ടില്ല. ഈ വീട്ടിൽ കുടിച്ച സമാധാനമില്ല, സ്വസ്ഥതയില്ല. ദൂത് കേട്ടോ, ഇന്ന് രാത്രി ദൈവം ഒരു മാറ്റം തരും. നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്കറിയാമോ, 10-16 വയസ്സുള്ള ഈ അനന്യ മോള് കൈകൂപ്പി ആ ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നേ. ഒരു മനുഷ്യന്റെ മുമ്പോളെ ഞാൻ നിന്നോട് പറയുക, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് മാറും. ദൈവം നിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം തരും. ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത പോലെ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ പോവാ. നിന്റെ കുടുംബത്തിനകത്തൊരു ദൈവ പ്രവൃത്തി ഉണ്ടാകും. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ചോ. നിന്റെ വീട് ഒരു വിലാപ ഭവനമാക്കി തീർക്കാൻ വർഷങ്ങൾക്ക് മുൻപ് നിന്റെ കുടുംബത്തിനകത്ത് കയറിയ ചില ദുരാത്മമണ്ഡലങ്ങളുണ്ട്. ഇന്ന് രാത്രിത്തെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചോ. ഇതിനകത്ത് ഭയങ്കര വിടുതൽ നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുക. ഇവരുടെ കുടുംബത്തിനകത്തുന്ന ബന്ധനം ഇന്ന് രാത്രി അഴിഞ്ഞു മാറാൻ പോകുക. ഇത് സൈന്യം കൊണ്ടല്ല, ഇത് ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നീ ഒരു അത്ഭുതമാകാൻ പോവാ. ഹർമ്മമനഘടക ശബ്ദരാധന നിർത്തിയാലോ? കുഞ്ഞെ, നിന്റെ അച്ഛൻ മദ്യപാനം ഇല്ലാത്ത ആളായിട്ട് മാറും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഇന്ന് മദ്യപാനം ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ എപ്പിലെപ്സി ഇന്ന് മാറും. ഈ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഈ രോഗം ഉണ്ടെന്നറിയാം? ഡോക്ടർമാരെന്നാ പറഞ്ഞേ? കുടി നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷെ ആള് കുടി നിർത്തത്തില്ല. ഈ ലാസ്റ്റിൽ മയങ്ങി വീണ എപ്പോഴാ? ഒരു പ്രശ്നമുണ്ട്. ഇത് മാറണ്ടേ?
അതോ മാറണ്ടേ? മാറണം. പക്ഷെ മദ്യപാനമാണ് നിന്റെ റീസൺ. ഒരു ഗുളികയില്ലാതെ ദൈവം നിങ്ങളെ വിടുവിക്കും. ഞാൻ വെളിപ്പാടിൽ അങ്ങനെ കാണാം. മോളെ, ഞാൻ നിന്നെ കാണുന്നത് നീ ഒരു യൂണിഫോമിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് നിൽക്കുന്ന കാണുന്നത്. എന്നോട് പരിശുദ്ധാത്മാവ് എന്നോട് പറയാ, അങ്ങനെ നിങ്ങളുടെ വീട് ഒരനുഗ്രഹമായിട്ട് മാറും. എടി മോളെ, നിന്റെ ഏറ്റവും വലിയ സ്വപ്നം പോലീസുകാരിയാവണം. സത്യം. നിങ്ങളൊന്ന് കൈയടിച്ചു ഒരു ആമയും പറഞ്ഞു. ഞാൻ ശരിക്കും നിന്നെ വെളിപ്പാടി കാണുക. നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് മാറി ദൈവരാജ്യത്തെ ഉയർത്തുന്ന പോലെ. മോളെ, ഞാനൊരു തൂതും കൂടെ പറയാ, നിങ്ങളെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ താമസിക്കുന്ന വീടിനകത്ത് സ്വസ്ഥത കണ്ടിട്ടില്ല. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ സ്വസ്ഥത ദൈവം നൽകി തരാൻ പോവാ. നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം ദൈവം മാറ്റാൻ പോകുകയാ. ഞാൻ ഈ കാതി പറഞ്ഞ ആളിനോട് ബന്ധപ്പെട്ടൊരു പ്രശ്നം നിങ്ങളുടെ കുടുംബത്തിനകത്ത് കിടപ്പുണ്ട്. ഇന്ന് രാത്രി ദൈവം ആ പോരാട്ടം അടിച്ചു കളയാൻ പോകുകയാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഇന്ന് രാത്രി യേശുവേ എന്നൊന്ന് വിളിച്ച് അധരമൊന്ന് തുറന്ന ദൈവത്തിന് ഈ രാത്രി ഒന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാ ആളുകളും യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാത്രി ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചേ. അൽമമനഘടക ശബ്ദരാധന പിശാച് കെട്ടിയ സകല കടകട്ടും ഇന്ന് രാത്രിത്തെ പ്രാർത്ഥനയിൽ എന്റെ ദൈവം പൊട്ടിച്ചു കളയാൻ പോകുക. അവൻ ബന്ധനങ്ങളെ